ബീഫും കടച്ചക്കയും കറി വയ്ക്കുന്നതാണ്. അതിന് ബീഫ് കഴുകി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നമുക്ക് കുക്കറിലിട്ട് ഒരു 4-5 വിസിൽ കേൾപ്പിച്ചെടുക്കാം. അപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് ഇഞ്ചി, പച്ചമുളകൊക്കെ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. അടുപ്പത്ത് വെച്ച് ഒരു 4-5 വിസിൽ കേൾക്കട്ടെ. കേൾപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഓഫാക്കാം. അപ്പോൾ ഓഫാക്കി ഇനി നമുക്ക് നാളികേരവും മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ കൂടി വറുത്തെടുക്കാം. അതിന് നാളികേരം ഇട്ട് ഒരു നന്നായിട്ട് ഇളക്കി ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് മസാലക്കൂട്ടുകൾ ചേർക്കാം. ഇനി മസാലക്കൂട്ടുകൾ ചേർക്കാം. മല്ലിപ്പൊടി ആവശ്യത്തിന് എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയും ഇടാം. മുളക് പൊടി കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഇടാം. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇടാം. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു മിക്സർ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് അതിന് ശേഷം നമുക്ക് ഉരുളിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് ഒന്നങ്ങോട്ട് വഴറ്റിയിട്ട് സവാള ഇടാം. സവാള ഇട്ട് ഒരുവിധം പകുതി പാകമാകുമ്പോൾ വേപ്പിലയും ഇട്ട് അതിന് ശേഷം നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് ഈ കൂട്ടിലിട്ടൊന്ന് വഴറ്റാം. വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഒഴിക്കുക. അതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിക്കൂട്ട് ഇടുക. തക്കാളി നമുക്ക് സവാള കൂട്ടിലേക്ക് ഇട്ട് വഴറ്റണമെങ്കിൽ വഴറ്റാം, ഇല്ലെങ്കിൽ വഴറ്റാതെയും ഇടാം. ഞാൻ വഴറ്റാതെയാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് കുറച്ചും കൂടി വേവാനുണ്ട് ഇറച്ചി. കാരണം അധികം വേവിച്ചിട്ടില്ല. കടച്ചക്കയ്ക്ക് വേവുണ്ടല്ലോ. അപ്പോൾ കടച്ചക്കയുടെ വേവ് അനുസരിച്ചാണ് നമ്മൾ ഇറച്ചി വേവിച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി കടച്ചക്ക നുറുക്കിയെടുത്ത് അധികം വലിയ കഷ്ണമല്ല, എന്നാൽ അധികം ചെറിയ കഷ്ണം അല്ലാണ്ട് ആക്കി നുറുക്കിയെടുത്ത് കഴുകി വേവിച്ച് വെച്ച് അടുപ്പത്ത് ഇരിക്കുന്ന ബീഫിലേക്ക് ഇടാം. അതിന് മുൻപ് കുറച്ച് ഗരം മസാല ചേർക്കാം. ഗരം മസാല ചേർത്ത് നന്നായി ഇളക്കി അതിന് ശേഷം കടച്ചക്ക ഇടാം. ഇനി കടച്ചക്ക നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് നന്നായിട്ട് തീ കത്തിച്ച് ഇനി വേവട്ടെ. ഇപ്പോൾ കടച്ചക്ക വെന്തു. ഇനി നമുക്കിത് തീ ഓഫാക്കി ഇറക്കി വെച്ച് ഇപ്പോൾ നന്നായിട്ട് പാകമായിട്ടുണ്ട്. ഇപ്പോൾ നല്ല ടേസ്റ്റായിട്ടുണ്ട്. ഇത് നിങ്ങളും പരീക്ഷിച്ച് നോക്കാം. താങ്ക് യു.